രാജ്ഭവനിലെ RSS ചിത്രവിവാദത്തിൽ മുഖ്യമന്ത്രി ഗവർണർക്ക് നൽകിയ കത്തിലെ പൂർണ്ണരൂപം കൈരളിക്കും. ഭരണഘടനാ അസംബ്ലിയിൽ ഭാരതത്തിൻ്റെ ദേശീയ പതാകയെ എന്തായിരിക്കണമെന്ന ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രസംഗമടക്കം ഓർമ്മിപ്പിച്ചാണ് മുഖ്യമന്ത്രിയുടെ കത്ത്. രാജ്ഭവനിലെ ഔദ്യോഗിക ചടങ്ങുകളിൽ ഭാരതത്തിൻ്റെ ദേശീയ ചിഹ്നങ്ങളും ദേശീയ പതാകയുമല്ലാതെ മറ്റൊന്നും ഉണ്ടാവുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രിയുടെ കത്തിൽ പറയുന്നു. ഭരണഘടനാപരമായ ഉത്തരവാദിത്വം ഓർമ്മിപ്പിച്ചാണ് ഗവർണർക്ക് മുഖ്യമന്ത്രി മന്ത്രിസഭയുടെ കത്ത് കൈമാറിയിട്ടുള്ളത്. സാമുദായികമോ സാമൂഹികമോ ആയ മറ്റൊരു പരിഗണനകളും ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തപ്പോൾ ഉണ്ടായിരുന്നില്ലെന്ന നെഹ്റുവിൻ്റെ ഭരണഘടനാ അസംബ്ലിയിലെ പ്രസംഗവും മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. രാഷ്ട്രത്തെ പൊതുസ്ഥലങ്ങളിൽ ഔദ്യോഗികവും ഔപചാരികവുമായ പരിപാടികളിൽ ഏതെങ്കിലും രൂപത്തിൽ ചിത്രീകരിക്കാൻ ദേശീയ പതാകയായ ത്രിവർണ്ണ പതാക മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ള സരോജിനി നായിഡുവിൻ്റെ ഭരണഘടനാ അസംബ്ലിയിലെ പ്രസംഗവും കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. മറ്റേതെങ്കിലും പതാകയോ ചിഹ്നമോ പ്രദർശിപ്പിക്കുന്നത് നമ്മുടെ ദേശീയ പതാകയെയും ദേശീയ ചിഹ്നത്തെയും അപമാനിക്കുന്നതിന് തുല്യമാണെന്ന സരോജിനി നായിഡുവിൻ്റെ ഓർമ്മപ്പെടുത്തലും കത്തിലുണ്ട്. രാജ്ഭവനിലെ ഔദ്യോഗിക ചടങ്ങുകളിൽ ഭാരതത്തിൻ്റെ ദേശീയ ചിഹ്നങ്ങളും ദേശീയ പതാകയുമല്ലാതെ മറ്റൊന്നും ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രിയുടെ കത്തിൽ പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഗവർണർ രാജ്ഭവൻ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകണമെന്നും മന്ത്രിസഭ ഗവർണറോട് അഭ്യർത്ഥിച്ചു. 2025 ജൂൺ 25 നടന്ന മന്ത്രിമാരുടെ കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്തതിന് ശേഷമാണ് സന്ദേശം കൈമാറുന്നത് എന്നും കത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.